വൈക്കം നഗരത്തിൽ ഹർത്താൽ പൂർണ്ണമായിരുന്നു. വ്യാപാര സ്ഥാപനങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. വാഹനങ്ങൾ തടഞ്ഞതിനെ തുടർന്ന് വൈക്കം വലിയ കവലയിൽ നേരിയ സംഘർഷവും ഉണ്ടായി. വൈക്കത്ത് ഹർത്താൽ പൂർണ്ണമായിരുന്നു. വൈക്കത്ത് വ്യാപകമായി വാഹനങ്ങൾ തടഞ്ഞു. മെഡിക്കൽ സ്റ്റോറുകൾ ഒഴികെ കടകൾ പൂർണ്ണമായും അടഞ്ഞാണ് കിടന്നത്. ഇരുചക്ര വാഹനങ്ങൾ അടക്കം പ്രതിഷേധക്കാർ തടഞ്ഞു. രാവിലെ വൈക്കത്ത് KSRTC ബസ് സ്റ്റാൻഡിന് മുമ്പിൽ ബസ് തടഞ്ഞത് വലിയ തർക്കത്തിലേക്ക് എത്തി. തുടർന്ന് വലിയ കവലയിലെത്തിയ പ്രവർത്തകർ ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ തടയുകയായിരുന്നു. ഇതിനിടെ എത്തിയ KSRTC ബസ് ജീവനക്കാരും കാർ യാത്രക്കാരുമായി വലിയ കവലയിൽ വാക്കേറ്റവും ഉണ്ടായി. പോലീസ് ഇടപെട്ടാണ് തുടർന്ന് പ്രശ്നം പരിഹരിച്ചത്. വലിയ കവലയിൽ ഇരുചക്ര വാഹന യാത്രക്കാരുമായി ഉണ്ടായ തർക്കം ഉന്തിലും തള്ളിലുമാണ് കലാശിച്ചത്. വൈക്കം തലയോലപ്പറമ്പിലെ സെൻട്രൽ ജംഗ്ഷനിൽ ഹർത്താൽ അനുകൂലികൾ രോഗികളുമായി പോയ വാഹനം തടഞ്ഞത് പ്രതിഷേധത്തിന് ഇടയാക്കി. തലയോലപ്പറമ്പ് പോലീസ് സ്ഥലത്തെത്തിയാണ് വാഹനം തുടർന്ന് കടത്തിവിട്ടത്. പല പ്രദേശങ്ങളിലും വാഹനങ്ങൾ തടയൽ വൈകിട്ട് വരെ തുടർന്നു. സ്വകാര്യ ബസ്സുകൾ ഒന്നും തന്നെ സർവീസ് നടത്തിയില്ല. തവണക്കടവ് റൂട്ടിൽ വാട്ടർ ട്രാൻസ്പോർട്ടിന്റെ ബോട്ട് സർവീസ് നടത്തിയെങ്കിലും യാത്രക്കാർ കുറവായിരുന്നു. തലയോലപ്പറമ്പിലും വൈക്കത്തും ഹർത്താൽ അനുകൂലികളുടെ നേതൃത്വത്തിൽ പ്രകടനവും നടന്നു.